ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് അധിക്ഷേപ പരാമർശം, യുവതി അറസ്റ്റിൽ. ഗുരുഗ്രാം സ്വദേശിയായ ശർമിഷ്ഠ എന്ന വ്യക്തിയാണ് അറസ്റ്റിലായിരിക്കുന്നത്. കൊൽക്കത്ത പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് യുവതിയെ പിടികൂടിയത്. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ അധിക്ഷേപ പരാമർശം നടത്തിയെന്നതാണ് അതിന്റെ പേരിലാണ് കേസെടുത്തിരിക്കുന്നത്. ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിലായിരുന്നു യുവതിയുടെ അവഹേളനം. വിവാദമായതിന് പിന്നാലെ തന്നെ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. യുവതിക്കെതിരെ കൊൽക്കത്ത പോലീസ് സ്റ്റേഷനിൽ പരാതി ലഭിച്ചതോടെയാണ് അന്വേഷണം ശക്തമാക്കാൻ തീരുമാനിച്ചതും. കേസെടുത്തതിനെ തുടർന്ന് യുവതിയുടെ കുടുംബം ഒളിവിൽ കഴിയുകയാണിപ്പോൾ. കോടതി അറസ്റ്റ് പുറപ്പെടുവിച്ചതിന് പിന്നാലെ തന്നെ ഗുരുഗ്രാമിൽ നിന്ന് അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്റെ തെറ്റ് മനസ്സിലാക്കുന്നുവെന്നും നിരുപാധികം ക്ഷമ ചോദിക്കുന്നതായി യുവതി പോലീസിനോട് പറഞ്ഞതായിട്ടാണ് വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നതും. അതേസമയം ഇത്തരത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് പോലും രാജ്യവിരുദ്ധ പോസ്റ്റുകൾ പ്രചരിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ വെബ്സൈറ്റുകൾ അടക്കം ഹാക്ക് ചെയ്യാനും ശ്രമം നടത്തി. ഇതിൽ 2 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തതും. ഇതിൽ പ്രായപൂർത്തിയാകാത്ത ഒരു യുവാവും ഉൾപ്പെട്ടിരുന്നു. ഗുജറാത്തിലെ നാദിയാദ് സ്വദേശിയായ ജാസിം ഷാനവാസും അതുപോലെ പ്രായപൂർത്തിയാകാത്ത ഒരാളുമാണ് പിടിയിലായത്. വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്യുന്നതിന് പുറമെ തന്നെ സോഷ്യൽ മീഡിയ വഴി പ്രതികൾ രാജ്യവിരുദ്ധ പരാമർശങ്ങൾ നടത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട്. രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്നവരെ തിരഞ്ഞുപിടിച്ചുകൊണ്ട് ഉന്മൂലനം ചെയ്യുന്ന വേളയിൽ തന്നെയായിരുന്നു ഇത്തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നത്. പിടിയിലായ 2 പ്രതികളും ആശയവിനിമയം നടത്തിയത് ടെലഗ്രാം വഴിയാണെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നതും. ഇതിലൂടെ തന്നെ ഇവർ കേന്ദ്ര സർക്കാരിന്റെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ കൈമാറിയതായും അതുപോലെ ദേശവിരുദ്ധമായിട്ടാണ് ഇവർ ഇന്ത്യയിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചിരിക്കുന്നത്. ഇവരെല്ലാം തന്നെ പാകിസ്ഥാന്റെ സ്ലീപ്പർ സെല്ലുകളായി പ്രവർത്തിക്കുന്നവരാണോ എന്നതാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നതും. ഇതിൽ അറസ്റ്റിലായ ഒരു പ്രതിയുടെ വിദ്യാഭ്യാസ യോഗ്യത +2 മാത്രമാണ്. ഇയാൾ പല യൂട്യൂബ് വീഡിയോകളും കണ്ടുകൊണ്ടാണ് ഹാക്കിംഗ് പഠിച്ചതും. ഇത്തരത്തിൽ പഠിച്ചത് വഴി വെബ്സൈറ്റ് ഹാക്ക് ചെയ്യാൻ കൂടെ മറ്റൊരു പ്രതിയെയും കൂടെ തുണയ്ക്ക് തേടുകയായിരുന്നു. കൂടുതൽ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. കേന്ദ്ര സർക്കാരിന്റെ വെബ്സൈറ്റുകൾ തകർക്കാൻ ശ്രമിക്കുകയും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനയൽ ഓഫ് സർവീസ് ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തതായാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ തെളിവുകൾ പ്രതികൾ ടെലിഗ്രാമിലൂടെ പങ്കുവച്ചതായും ഗുജറാത്ത് ഭീകരവാദ വിരുദ്ധ സ്ക്വാഡ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തുകയായിരുന്നു. സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റുകൾ ലക്ഷ്യമിടുന്ന ഹാക്കർമാരെ കുറിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നേരത്തെ തന്നെ വിവരം ലഭിച്ചിരുന്നു. പിടികൂടിയവരുടെ മൊബൈൽ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്കും അയച്ചു. അതുപോലെ തന്നെ എക്സ് പൈലറ്റ് എക്സ് അതുപോലെ എലൈറ്റ് എക്സ് പൈലറ്റ് എന്നീ പേരുകൾ 2 ടെലഗ്രാം ചാനലുകൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിലൂടെയാണ് ഇവർ ഹാക്ക് ചെയ്യുന്നതിന്റെ ഓരോ നീക്കങ്ങളെക്കുറിച്ചും പങ്കുവച്ചിരുന്നത്. ഈ രേഖകളും പിടിച്ചെടുത്തു. +2 വരെ മാത്രം വിദ്യാഭ്യാസമുള്ള പ്രതികൾ 6-8 മാസത്തിനുള്ളിലാണ് ഹാക്കിങ്ങിനെ കുറിച്ച് പഠിച്ചതെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. അതേപോലെ തന്നെ ഇരുവരും ഇന്ത്യക്കെതിരെ പോസ്റ്റുകൾ പ്രചരിപ്പിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെയും നിയോഗിച്ചു. അതേസമയം ഇതിനു മുൻപും ഓപ്പറേഷൻ സിന്ദൂറിനെ അവഹേളിച്ച് പോസ്റ്റ് ഇട്ട വ്യക്തികളെ പോലീസ് പിടികൂടി അറസ്റ്റ് ചെയ്തിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിനെ അവഹേളിക്കുകയും പാകിസ്ഥാനെ പിന്തുണയ്ക്കുകയും ചെയ്ത ഉത്തർപ്രദേശിലെ 3 യുവാക്കളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തതും. ദിൽഷാദിനെയും അതുപോലെ സെയ്ദിനെയും സീഷാനെയുമാണ് UP പോലീസ് പൊക്കിയത്. പാകിസ്ഥാൻ പതാക പിടിച്ചു നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ പ്രൊഫൈൽ ചിത്രമായി ദിൽഷാദ് ഇടുകയാണ് ഉണ്ടായത്. തുടർന്ന് ഇത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരാണ് ഇയാൾക്കെതിരെ പരാതി നൽകിയതും. പിന്നാലെയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. അതേപോലെ മീററ്റിൽ സലൂൺ നടത്തുന്ന സെയ്ദ് ഒരു പാകിസ്ഥാനിയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന മുദ്രാവാക്യം കമന്റ് ചെയ്യുകയാണ് ഉണ്ടായത്. പാകിസ്ഥാൻ നിയന്ത്രിത പ്രദേശത്തിലെ ഭീകര ക്യാമ്പുകൾ ഇന്ത്യ ലക്ഷ്യമിടുന്നുവെന്ന പാകിസ്ഥാന്റെ നിലപാടിനെയും സെയ്ദ് പിന്തുണച്ചിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ ഈ അഭിപ്രായം കണ്ട ആളുകൾ പോലീസിനെ അറിയിക്കുകയാണ് ഉണ്ടായത്. സെയ്ദ് ജോലി ചെയ്തിരുന്ന സലൂണിലെ ഉടമയായ സീഷാനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. മീററ്റിൽ ഇത്തരത്തിലുള്ള 10 സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പോലീസ് തിരിച്ചറിയുകയും ഇവർക്ക് എല്ലാവർക്കുമെതിരെ നടപടിയെടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഈ അക്കൗണ്ടുകൾ എല്ലാം തന്നെ സസ്പെൻഡ് ചെയ്തു എന്നതും പോലീസ് വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.